എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നിപ്പോൾ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സഹപാഠിയായിട്ടുള്ള എൻ്റെയും സഹപാഠിയാണ്. മോഹനെയും അദ്ദേഹത്തിൻ്റെ അമ്മയും ആദരിക്കുന്നു വേണ്ട എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഞാനെങ്ങനെ മോഹനുമായിട്ടുള്ള സഹപാഠിയായിരുന്നില്ലേ. നിങ്ങളുടെ കൂടെ മോഹനും സഹപാഠിയാകുന്നതിന് മുമ്പ് എൻ്റെ കൂടെയാണ് പഠിച്ചത്. ഞങ്ങളൊന്നിച്ച് നമ്മുടെ പാലായിലെ സെൻറ്റ് തോമസ് കോളേജിലെ സുവോളജിയിൽ ഒന്നിച്ചുണ്ടായിരുന്നതാണ്. അതിനുശേഷമാണ് ഞാൻ MBBS പോവുകയും മോഹന് ആ എക്സാമിന് തന്നെ മോഹന് അഗ്രികൾച്ചറിന് കിട്ടി നിങ്ങളുടെ കൂടെ വന്നുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ വീട് മോഹൻ്റെ വീടിൻ്റെ അടുത്താണ്. വൈഫ് ഡോക്ടർ വനജ. ഇപ്പോൾ ഞാൻ പെൻഷനായി. വൈഫ് ഇപ്പോഴും അവിടെ ആരോഗ്യവകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും. പിന്നെ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഇന്നത്തെ സെമിനാറിൻ്റെ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സാഹചര്യം എപ്പോഴാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു ആവശ്യകത വരുന്നത്? ആർക്കെങ്കിലും പറയാമോ? നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളിൽ പ്രവർത്തനക്ഷമമല്ലാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് മാറ്റിവയ്ക്കാൻ പറ്റുന്ന അവയവങ്ങൾ അല്ലെങ്കിൽ ടിഷ്യൂ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ തലത്തിലുള്ള നിയന്ത്രണങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കേസ് ഓട്ടോ എന്ന് പറയുന്ന രീതിയിലൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ടായേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. ഇതിൽ പ്രധാനമായിട്ടും ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഭീമമായിട്ടുള്ള ചിലവുകൾ വരുന്നൊരു സാഹചര്യമുണ്ട്. അത് നമ്മളെ സാധാരണ ആളുകൾക്ക് താങ്ങാൻ പറ്റുന്നതിലധികമാകുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ അല്ലെ സർക്കാർ സൗകര്യങ്ങളുള്ള നൽകുന്ന ആശുപത്രികളിൽ ഇതിൻ്റെ നമ്പർ ഓഫ് കേസസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കേസിൻ്റെ എണ്ണവും കുറവുണ്ട്. അപ്പം നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതി അല്ലെങ്കിൽ ജീവിതശൈലി വെച്ചിട്ട് പല ആളുകൾക്കും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് ഇപ്പോൾ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളാണ്. നമ്മുടെ വൃക്ക രോഗങ്ങൾ നമുക്കറിയാം. നമ്മുടെ ആരോഗ്യവകുപ്പിലെ തന്നെ താലൂക്ക് ആശുപത്രി വരെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഡയാലിസിസിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത്രയും വരുന്ന ആശുപത്രികളിൽ നമ്മുടെ ഗവൺമെൻറ് സെറ്റപ്പിൽ മാത്രമല്ല അല്ലാതെ തന്നെ സ്വകാര്യ ആശുപത്രികളിലും നമുക്കറിയാം. ഇപ്പം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനം മോശമാകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ പ്രവർത്തനം നിന്നു പോകുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഈ അവയവം മാറ്റിവയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന അവയവം ഏതാണെന്ന് പറയുമോ? ഹാർട്ടിലും ആവശ്യമായിട്ട് വരുന്നത് കിഡ്നിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വഴിയാണ്. നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ ലെവലിലുള്ള താലൂക്ക് ആശുപത്രികളിലെല്ലാം തന്നെ ഡയാലിസിസിനുള്ള സൗകര്യമുണ്ട്. അതായത് ഏറ്റവും കുറഞ്ഞത് 10 മെഷീനെങ്കിലുമുള്ള ഡയാലിസിസ് സൗകര്യങ്ങളാണ് മിക്കവാറുമുള്ള താലൂക്ക് ആശുപത്രിയിലുള്ള. ആ 10 മെഷീൻ എന്ന് പറഞ്ഞാൽ മിനിമം 2 ഷിഫ്റ്റെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം 20 പേരെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്കിൽ തന്നെ ഇപ്പോഴും നമ്മൾക്ക് ആളുകൾ വെയിറ്റിംഗ് ആണ്. എന്തുകൊണ്ടാണ് ആളുകൾ വെയിറ്റിംഗ് വരുന്നത്? ഡയാലിസിസ് ആളുകൾ കൂടുതലാണെന്നുള്ളതാണ്. ആളുകൾ കൂടുതലാണെന്നുള്ളത് മാത്രമല്ല, നമുക്ക് പല ആളുകളെയും നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് ഈ അവയവം മാറ്റിവെച്ചാൽ, വൃക്കയാണെങ്കിൽ വൃക്ക മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഡയാലിസിസിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പം വേറൊരാൾക്ക് അത് ആ ഒരു സ്ലോട്ടിലോട്ട് കടന്നു വരാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒക്കെ ഒരു അവയർനെസ്സിൻ്റെ കുറവ് കൊണ്ട്, ബോധവൽക്കരണത്തിൻ്റെ ഒരു കാരണമുണ്ടാകാം, അവയവം ദാനം ചെയ്യുന്നതിനുള്ള ഒരു നമുക്കുള്ള വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, പല കാര്യങ്ങൾ കൊണ്ടും ആളുകൾ അവയവം ദാനം ചെയ്യാൻ മുന്നോട്ട് വരാറില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം,
2 കിഡ്നി ഉള്ളതിൽ ഒരെണ്ണം കൊടുത്താലും കുഴപ്പമില്ല എന്നറിയാമെങ്കിലും നമ്മളാരും തയ്യാറാകില്ല. നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെയാണ് അല്ലേ, നമ്മുടെ സ്റ്റെപ്പിന് വേറെ ആൾക്കെടുത്ത് കൊടുത്തിട്ട് നമ്മൾ വണ്ടി ഓടിക്കാൻ പോവുമോ? പോകില്ല. അപ്പം നമ്മുടെ ഒരു കിഡ്നി എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെപ്പിനായിട്ട് വെച്ചുകൊണ്ട് തന്നെ കൊടുത്താലും കുഴപ്പമില്ലെന്നുള്ളത് നമ്മുടെ മുന്നിൽ സാക്ഷ്യങ്ങളുണ്ട്. പക്ഷേ നമ്മളത് കൊടുക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അത് നമ്മൾ കൊടുക്കണമെങ്കിൽ ആർക്ക് കൊടുക്കും? നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ നമുക്ക് നമ്മുടെ കിഡ്നി കൊടുക്കുള്ളൂ. ഇനി അവയവ ദാനം ചെയ്യണമെങ്കിൽ ധാരാളം കടമ്പകളുണ്ട്. നമ്മൾ സമ്മതമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കതിൻ്റെ പരിശോധനകളൊക്കെ നടത്തി ഈ സ്വീകരിക്കുന്നയാളിനും ഡോണറുമായിട്ട് ക്രോസ് മാച്ച് ചെയ്തതിന് ശേഷം ആ സ്വീകരിക്കുന്നയാളിൽ അത് റിജക്റ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു രീതിയിലാണ് എല്ലാ അവയവത്തിലും. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന കിഡ്നി ആണെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം, വളരെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്ത ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നമ്മുടെ ജോസ് ചാക്കോ പെരിയപ്പുറം ഡോക്ടറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ ഇപ്പോൾ പത്മഭൂഷൺ എന്ന് കൊടുത്ത് ആദരിച്ചിരിക്കുന്ന അവസ്ഥ. ആ ഒരു ഇപ്പോൾ ഒരു ഹാർട്ട് നമുക്കത് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഹാർട്ട് കൊടുക്കാൻ പറ്റും അല്ലേ? നമ്മളെൻ്റെ ഹൃദയം കൊടുത്തു എന്നൊക്കെ എന്താ പറയുക, സാഹിത്യപരമായിട്ടൊക്കെ പറയാമെങ്കിലും നമുക്ക് പ്രായോഗികമായിട്ട് ഒരിക്കലും അത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്താ ചെയ്യുക? മരിച്ചു കഴിയുന്ന, അതായത് നമ്മളിപ്പോൾ 2 രീതിയിലാണ് നമുക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് കൊടുക്കാൻ പറ്റുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവായിട്ടിരിക്കുന്ന സമയത്ത് കൊടുക്കുന്നത്. അങ്ങനെയുള്ള എന്ത് സാധനമായിരിക്കും കൊടുക്കാൻ പറ്റുന്നത്? കിഡ്നി കൊടുക്കാം, ലിവർ കൊടുക്കാം, പിന്നെ കുറച്ച് ടിഷ്യൂസൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം പിന്നെയുള്ളത് നമ്മൾ ഈ മരിച്ച ആളിൽ നിന്നെടുക്കുന്ന അല്ലെങ്കിൽ കടാവറിൽ നിന്നെടുക്കുന്ന ആ ഓർഗൻസാണ്. അത് എടുക്കണമെങ്കിൽ എന്താണ് അതിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ? ഓരോ ഓർഗൻ എടുക്കുന്നതിനും അതിൻ്റേതായ സമയമുണ്ട്. ഇതിൻ്റെ കൃത്യസമയം നമ്മളിപ്പം ഈയിടെ ഇറങ്ങിയ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ ഹൃദയം മാറ്റി വയ്ക്കുന്നതിനായിട്ട് എന്താ പറയുക, ഹൃദയമായിട്ട് ഹെലികോപ്റ്റർ വന്നിട്ട് ഓടിപ്പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ല. അതേപോലെ നമുക്ക് എത്ര പെട്ടെന്ന് ഈ അവയവം മാറ്റി വയ്ക്കാൻ പറ്റുമോ അതാണ്. അപ്പോൾ അതിന് റെഡി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന ഓർഗനിൻ്റെ ലിസ്റ്റുകളുണ്ട്. എന്താ പറയുക, നമുക്ക് അവയവം ദാനം സ്വീകരിക്കേണ്ട സ്വീകർത്താവിൻ്റെ ലിസ്റ്റുകൾ സർക്കാരിലുണ്ട്. മൃതസഞ്ജീവനി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ലിസ്റ്റുകളുണ്ട്. ആ ലിസ്റ്റുകളിൽ നിന്ന് ഒത്തു നോക്കിയിട്ടാണ് ഈ രീതിയിൽ അപകടം പറ്റി മരിക്കുന്ന ആളുകളുടെ അവയവങ്ങളെടുത്ത് അവർക്ക് വെച്ച് പിടിപ്പിക്കും. ഇത് 2 രീതിയിൽ നമുക്ക് ഇപ്പം നിങ്ങളെല്ലാവരും വന്നിരിക്കുന്ന എന്താ പറയുക, നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കൂട്ടുകാരൻ മോഹനെ അമ്മയെ ആദരിക്കൽ മാത്രമല്ല, നിങ്ങളെല്ലാവരും ഇന്ന് ത്തിനുള്ള സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് മാത്രം ഇത് നടക്കുമോ? എന്നാ വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ എൻ്റെ കണ്ണ് ദാനം ചെയ്ത ഒരാളാണ്. ഇത് ആർക്കെങ്കിലും അറിയാമോ? ഇപ്പം അന്ന് ഞാൻ അതിൻ്റെ പേപ്പർ പോലും ഇന്ന് കാണില്ല. എൻ്റെ ഭാര്യയ്ക്ക് പോലും ഇപ്പം അതറിയാമെന്ന് എനിക്കറിയില്ല. അന്ന് ഒപ്പിടാൻ കൊടുത്ത സമയത്തെ സാക്ഷിയല്ല പുള്ളിക്കാരി എൻ്റെ ലൈഫിലോട്ട് വരുന്നതിന് മുമ്പ് കൊടുത്ത സംഭവമാണ്. മനസ്സിലായി? ഇത് എപ്പോഴാണ് ഇതിൻ്റെ പ്രായോഗികമായിട്ട് നടക്കാൻ പറ്റുന്നത്? നമ്മൾ മരിച്ചു കഴിയുമ്പം നമ്മൾ ഓർഗൻ ട്രാൻസ്ഫറിന് വില്ലിങ് ആണെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പം നമ്മുടെ കുട്ടികളോ ഭാര്യയാണ് മരിച്ചെങ്കിൽ ഭർത്താവോ കുട്ടികളോ ഒക്കെ ആ സമയത്ത് അവരിത് മുന്നോട്ട് വന്നിട്ട് അവർ കൊടുത്തെങ്കിൽ മാത്രമേ ഈ സാധനം വേറൊരാൾക്ക് കിട്ടുകയുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ വെറുതെയാണ്. അപ്പം ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അവയർനെസ്സാണ്. അതായത് എല്ലാ ആളുകളെയും ബോധവൽക്കരിക്കുക, ഇത് കൊടുക്കാം, നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ധാരാളം മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും അപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ടാവും. ഇപ്പം തന്നെ ഇവിടുന്ന് പല കാര്യങ്ങളും ലൈവായിട്ട് എല്ലാവരുടെയും സോഷ്യൽ മീഡിയ വഴി അപ്ഡേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നമ്മളിപ്പോൾ ഇന്നിപ്പം നിങ്ങളിവിടെ ഒരു മീറ്റിംഗ് കൂടുന്നതും നിങ്ങൾ ഇത്രയും ആളുകൾ ഈ പറയുന്ന വെള്ളായണി കാർഷികയിലെ അഗ്രികൾച്ചർ ബാച്ചിലെ കുട്ടികൾ 82 ബാച്ച് അല്ലേ, 82 ബാച്ചല്ലേ, 82 ബാച്ചിലെ കുട്ടികളെല്ലാവരും ഇവിടെ ഒത്തുകൂടുന്നതും അവരെല്ലാവരും ഓർഗൻ ഡൊണേറ്റ് ചെയ്യാനായിട്ടുള്ള സമ്മതപത്രം കൊടുക്കുന്നതും ഒക്കെ അപ്പം തന്നെ ഓൾറെഡി സോഷ്യൽ മീഡിയ വഴി
കുറേ ദിവസങ്ങളായിട്ട് പോകുന്നുണ്ട്. പണ്ടൊന്നും ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു, അല്ലേ? ഇത്രയും സൗകര്യങ്ങളും ഇല്ലായിരുന്നു. എന്താ എന്താ നമ്മൾ ഇപ്പോൾ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, അന്ന് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഓർഗൻ വരെ റിജക്റ്റ് ചെയ്ത് പോകാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഒരു ടെക്നോളജി, അല്ലെങ്കിൽ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻ അത്രയും വികസിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ മരുന്നുകളല്ല ഇന്നിപ്പോൾ കൊടുക്കുന്ന മരുന്നുകൾ. ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഓർഗൻ സ്വീകരിച്ച് അതിൻ്റെ ഒരു സർജിക്കൽ ചെലവിനെക്കാട്ടിലും വളരെയധികം പൈസയാകും ഇവരുടെ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ. ചിലപ്പം നമ്മളെ സംബന്ധിച്ചൊരു കിഡ്നി മാറ്റി വയ്ക്കാനായിട്ട് 20 ലക്ഷം രൂപ എന്നൊരു ആവറേജ് കണക്ക് കൂട്ടിക്കഴിഞ്ഞാലും 20 ലക്ഷം രൂപ എന്ന് പറഞ്ഞാലും, പക്ഷേ ആ ഒരു വർഷം തന്നെ, ആദ്യത്തെ ഒരു വർഷം തന്നെ 20 ലക്ഷത്തിലധികം രൂപയുടെ മരുന്നുകൾ ഇദ്ദേഹത്തിന് കഴിക്കുന്നുണ്ടാവും. ഇതൊന്നും ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്തൊന്നും ഈ രോഗിയോടോ രോഗിയുടെ വീട്ടുകാരോടോ അപ്പോൾ ഇതിന് ഫണ്ടിങ് നടത്തുന്ന ആളുകളോടോ, അതിപ്പോൾ സാധാരണ നമ്മളിപ്പോൾ നടക്കുന്നൊരു സംഭവമാണ് ക്രൗഡ് ഫണ്ടിങ്. അതിപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ നടത്തുന്നുണ്ട്, ആളുകളെല്ലാവരും സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ആ ഒരവസരത്തിൽ എങ്ങനെയും ഈ ഓർഗൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി തീർന്നു, കിട്ടിയ ആൾ അതോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളൊരു ചിന്ത. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു ഫോറിൻ ബോഡി പോലെയുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ വേറൊരാളുടെ ഓർഗനാണ്, നമ്മൾ എത്രയൊക്കെ ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് HLA ടൈപ്പിങ്ങും ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്താലും ഇത് റിജക്റ്റ് ചെയ്യാതിരിക്കാനുള്ള, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി എപ്പോഴും നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ ഈ ഓർഗൻ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെ നമ്മൾ ഇമ്മ്യൂണോ സപ്രസീവായിട്ടുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ, ആ മരുന്ന് മാത്രമല്ല മറ്റ് പല മരുന്നുകളും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിക്കണം. ഇതിലെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോ സപ്രസീവായിട്ടുള്ള ഈ മരുന്നുകൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾക്ക് മറ്റ് അസുഖങ്ങൾ, അതായത് മറ്റ് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതും നമ്മളെ സംബന്ധിച്ച്, ഈ പറയുന്ന ഓർഗൻ സ്വീകരിച്ച ആളിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന രീതിയിൽ മരുന്നുകൾ കൃത്യമായ രീതിയിൽ, അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തേണ്ട ഒരവസ്ഥ കൂടെയുണ്ട് ഈ കാര്യത്തിൽ. ഇപ്പം നമുക്കറിയാം, ഈ പല ആളുകൾക്കും അറിയാം, പല ആളുകളുടെയും ഒക്കെ വീടുകളിൽ ഇപ്പം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആളുകളുടെ ഒക്കെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളുകളുണ്ടാവും. അവരൊക്കെ എങ്ങനെയാണ്? ആദ്യകാലത്ത് നമ്മൾ കോവിഡ് വന്ന പിന്നെയാണ് നമ്മളെല്ലാവരും മാസ്ക് ഉപയോഗിക്കാൻ ശീലിച്ചത്, അല്ലേ? ഇപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് മാസ്ക് ഉപയോഗിക്കും. ഇപ്പോൾ ജലദോഷം വന്നാൽ പോലും എല്ലാവരും, അല്ല ബസ്സിൽ പോകുന്ന സമയത്താണെങ്കിലും ഒരു ക്രൗഡുള്ള സ്ഥലത്ത് പോകുന്നവരൊക്കെ ആണെങ്കിലും നമ്മളെല്ലാവരും മാസ്ക് ഉപയോഗിക്കും. അതേസമയം പണ്ടത്തെ കാലത്ത് ഈ പറയുന്ന ഒരാൾ മാസ്ക് ഇട്ട് പോകുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്കറിയായിരുന്നു, ഇങ്ങനെ ഒന്നെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള അസുഖമുള്ള ആളാണ്, അല്ലെങ്കിൽ ഇതുപോലെ ഓർഗൻ റിസീവ് ചെയ്തിരിക്കുന്ന ആളാണ് എന്നുള്ള കാര്യം. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ കിഡ്നി മാത്രമല്ല, പിന്നെ നമുക്ക് ഏതൊക്കെ ഓർഗനാണ് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നത്? കണ്ണ് അറിയാമല്ലോ. കണ്ണിൻ്റെ എന്തുവാണ് മാറ്റി വയ്ക്കുന്നത്? കണ്ണ് മൊത്തമായിട്ട് എടുത്ത് വെക്കുക, റെറ്റിന മാറ്റി വയ്ക്കാൻ പറ്റില്ല. യെസ്, കോർണിയ. അതായത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ ഒരു കറുത്ത വട്ടമുണ്ട്, അതിൻ്റെ നടുക്കൊരു ചെറിയ തുളയും കൃഷ്ണമണി. ഇപ്പോൾ സാധാരണ ജനങ്ങൾ പറയുന്ന ആ കറുത്ത ഒരു വട്ടം മൊത്തമായിട്ടാണ് നമ്മൾ കൃഷ്ണമണി എന്ന് പറയുന്നത്. കൃഷ്ണമണി എന്ന് പറയുന്നത് പ്യൂപ്പിളാണ്. ആ പ്യൂപ്പിളിൻ്റെ ഈ കോർണിയ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഐബോളിൻ്റെ പുറമേ ഉള്ള നമ്മുടെ ലൈറ്റ് കടത്തി വിടുന്ന വളരെ ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള ഒരു മെംബ്രെയിനാണ്, അല്ലെങ്കിൽ ഒരു സ്കിന്ന് പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് കോർണിയ എന്ന് പറയുന്നത്. ആ കോർണിയയിൽ കൂടെ ലൈറ്റ് അകത്ത് കടക്കുമ്പോഴാണ് നമുക്ക് കാഴ്ച കിട്ടുന്നത്. അത് റെറ്റിനയിലോട്ട് ലൈറ്റ് വന്നിട്ടാണ് നമുക്ക്, അതിൻ്റെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിസിയോളജി ഒക്കെ ഉണ്ട് അവിടെ. റെറ്റിന റോഡ്സും കോൺസും അങ്ങനെ കുറേ കാര്യങ്ങൾ, നേർവ്സ്, ഒപ്റ്റിക് നെർവ് വഴി നമ്മുടെ ബ്രെയിനിൽ ചെന്നിട്ടാണ് നമുക്ക് തലതിരിച്ച് കാണുന്ന ഇമേജിനെ നമ്മൾ നേരെയാക്കി കാണുന്നത്. എൻ്റെ റെറ്റിന നിങ്ങളെല്ലാവരും തലതിരിച്ചാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ റെറ്റിന ഞാനും തലതിരിഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷേ
നമ്മൾ കാണുമ്പോൾ നമ്മൾ പെർസീവ് ചെയ്യുന്നത് എല്ലാവരും നേരെ ഇരിക്കുന്ന പോലെ. അപ്പോൾ അതിലൊക്കെ വേറെ കുറേ ഫിസിയോളജിക്കലി ഉള്ള കാര്യങ്ങളും ഫിസിക്സും എല്ലാം ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോർണിയ എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ബ്ലൈൻഡ്നെസ്സിൻ്റെ കോസാണ് ഈ കണ്ണിലുണ്ടാകുന്ന, ഈ കോർണിയയിലുണ്ടാകുന്ന ഒപ്പാസിറ്റി. അതായത് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുന്ന കോർണിയയിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന വഴി അതിൽ പാട ഉണ്ടാവുമോ കളറ് മാറുമോ, അത് പ്രധാനമായിട്ട് ഇഞ്ചുറീസൊക്കെയാണ്. ഒന്നെങ്കിൽ എന്തെങ്കിലും ട്രോമകൾ, ഇഞ്ചുറീസ്, ചില അസുഖങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഇതിൽ പാട് വന്നിട്ട് ഒപ്പാസിറ്റി ഉണ്ടാവും. അത് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ലൈറ്റ് കടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന കോർണിയ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അത് നമ്മളെപ്പോഴാണ് ദാനം ചെയ്യുന്ന കോർണിയ ദാനം ചെയ്യുന്ന, കണ്ണ് ദാനം ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ മരിച്ചു കഴിയുമ്പം. അത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ വില്ലിങ്നെസ് കൊടുക്കണം. അത് കൂടാതെ മരിച്ച സമയത്ത് നമ്മുടെ ബന്ധുക്കൾ, നമ്മളുമായിട്ട് വേണ്ടപ്പെട്ട ആളുകൾ കറക്റ്റ് ടൈമിൽ അത് ഓർത്ത്, കണ്ണാണെങ്കിൽ 6 മണിക്കൂറിനുള്ളിൽ എടുക്കണമെന്നാണ്, മനസ്സിലായി? കണ്ണ് എടുക്കാനുള്ള സമയം മരിച്ചു കഴിഞ്ഞ് 6 മണിക്കൂറിനുള്ളിൽ അതെടുത്ത് ഐ ബാങ്കിൽ കൊണ്ടുപോവുകയും അതനുസരിച്ച് അവർ ബാക്കി കാര്യങ്ങൾ ഡോണറിന് കൊടുക്കുകയൊക്കെ ചെയ്യും. അത് നമ്മളിതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് മരിച്ച ആളിൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഈ പറയുന്ന സംവിധാനമുള്ള ഹോസ്പിറ്റലിൽ അറിയിക്കുകയും ബ്ലഡ് ബാങ്കുകാരെ അറിയിക്കുകയും അവർ വന്ന് എടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരാൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഈ ഓർഗൻ അല്ലെങ്കിൽ ഈ കണ്ണ് ദാനം ചെയ്യുന്നതിനുള്ള തടസ്സം എന്തുവാണ്? സമയമല്ല. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ ബോഡി കത്തിച്ച് കളയും, അതല്ലെങ്കിൽ എന്താ പറയുക അടക്കിയിട്ട് അഴുകിപ്പോവും. അത് നമ്മുടെ ഓരോരുത്തരുടെയും കഷ്ടം അനുസരിച്ച് എന്താ വന്നാൽ ആ രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ പാഴ്സികളുടെ ആണെങ്കിൽ കഴുകനെ തിന്നാൻ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അവരടക്കമൊന്നുമില്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ കൊണ്ടുപോയിട്ട് കഴുകനെ തിന്നാൻ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കഷ്ടം അനുസരിച്ച് ഇതിങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ബോഡി അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ണുകളൊക്കെ വെറുതെ പോവുകയാണ്, ആർക്കും ഒരു ഗുണമില്ലാത്തത്. ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളാരും നമ്മുടെ കണ്ണുകൾ എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, എന്താ പറയുക, സ്വർഗത്തിൽ പോകുമ്പോൾ കാഴ്ചയില്ലാതെ വരും, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളൊക്കെ ഉണ്ട് നമുക്ക്. നമ്മൾ പോകുമ്പം എന്താ പറയുക, അവിടെ പോകുമ്പോഴും കാണണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി കൊണ്ടാണ് അത് എടുക്കാത്തത്. പക്ഷെ ആ ഒരു അവസ്ഥയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളത് കൊടുക്കുകയും അതനുസരിച്ച് ഐ ബാങ്കുകാർ വന്ന് അത് എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കിവിടെ അടുത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നടക്കുന്ന ഇവിടെ ലിറ്റിൽ ഫ്ലവർ ആണ്, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോൾ RIO ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേസോട്ടോയിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് സ്റ്റേജിലോട്ട് വരാം. കേസോട്ടോ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലേ? അപ്പോൾ എനിക്കൊന്ന് അതുമായിട്ട് ബന്ധം ഇതിൻ്റെ ലീഗൽ സൈഡുകളൊക്കെ എനിക്കൊന്ന് ഡോക്ടർ പറയുമായിരിക്കും തോന്നുന്നു. ലീഗൽ കേസോട്ടോയും പിന്നെ നമ്മുടെ രജിസ്ട്രി ഒക്കെ ഉള്ള കേനോസും ഒക്കെ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേയേറെ അവെയർ ആകാനുള്ള കുറേ സിനിമകൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് നമ്മൾ ഓർക്കുന്ന ജോസഫ് എന്ന് പറഞ്ഞ സിനിമയാണ് അല്ലേ? അതിൽ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാഫിയയുടെ കാര്യമാണുള്ളത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെന്ന് തോന്നാം. ആ ഒരു രീതി വന്നതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഈ ഒരു രജിസ്ട്രിയും മൃതസഞ്ജീവനി എന്ന് പറഞ്ഞ ലിസ്റ്റും ഒക്കെ ഉണ്ടാക്കുകയും നമ്മൾ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാനുള്ള കമ്മിറ്റി ഉണ്ടാക്കുകയൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡോക്ടർ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ പറയുന്ന ട്രാൻസ്പ്ലാന്റിൻ്റെ എണ്ണം വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് കണ്ണിൻ്റെ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞു, കിഡ്നിയുടെ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞു, ഹൃദയം മാറ്റി വയ്ക്കുമെന്ന് ലിവർ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞു. അതുപോലെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം ബ്ലഡ് ഡൊണേഷനൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതിൻ്റെ റെഗുലേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ളതാണെങ്കിലും അത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇത്രയും വലിയ ഇഷ്യൂസൊന്നുമില്ല. ഇതിനകത്ത് എവിടെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത്?
ഒരു ആക്സിഡൻറ്റിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആളിൻ്റെ ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യുന്നതിൽ ഈയിടെ കേസുകളൊക്കെ അറിയാമല്ലോ. ഗണപതി എന്ന് പറയുന്ന ഡോക്ടർക്കെയും ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്ത് ശരിയായ രീതിയിലല്ല എന്ന് പറയുകയും ഒക്കെ പറഞ്ഞ് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. അതിപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ രീതിയിൽ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാനുള്ള കമ്മിറ്റി വരെ സർക്കാർ തലത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പഴുതുകൾ അറ്റ് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന രീതിയിൽ ട്രാൻസ്പ്ലാന്റിൻ്റെ എണ്ണം കുറയുകയും ചെയ്തു. ഇപ്പോഴും ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. എനിക്കൊന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ലിസ്റ്റിൽ വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നു. കിഡ്നിക്കാണെങ്കിലും എനിക്കൊന്ന് കിഡ്നിക്കാണ് ഏറ്റവും കൂടുതൽ അല്ലേ. അതുപോലെ ഹാർട്ടിനും ഒക്കെയുണ്ട്. ഈവൻ കുട്ടികൾ വരെ, ചൈൽഡ് വരെ. ഇതിപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള അസുഖങ്ങൾ മൂലവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വഴിയും വരുന്ന അസുഖങ്ങൾ കൊണ്ടും ആണ് ഈ പറയുന്ന രീതിയിൽ ഓർഗൻസൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട രീതി. എന്തുകൊണ്ടാണ് ലിവറൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരുന്നത്? ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ എന്തുമായിരിക്കും? ആൽക്കഹോൾ മാത്രമല്ല, എല്ലാ ഡ്രഗ്സും തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബോഡിയുടെ മെയിൻ മെറ്റബോളിസം നടക്കുന്ന ലിവറിലാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് സാധാരണ കഴിഞ്ഞുള്ള എന്ത് ഫുഡ്, ഇപ്പം നമ്മുടെ ഫുഡിൻ്റെ ഹാബിറ്റ് വരെ മാറിയിരിക്കുന്നു. നമ്മുടെ ഫുഡ് കഴിക്കുന്ന രീതി വരെ, ശൈലി വരെ നമ്മൾ മാറിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് എന്തുവാണ്? ഫാസ്റ്റ് ഫുഡാണ്. അത് മോശമാണെന്ന് പറഞ്ഞാലും എല്ലാവരും അതേ കഴിക്കുള്ളൂ അല്ലേ. എത്ര നമ്മുടെ കുട്ടികളൊക്കെ അവർക്കൊക്കെ എന്താ പറയുക, സ്വിഗ്ഗി മതി അല്ലേ. എന്ത് കഴിച്ചാലും അവർക്ക് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് സാധനം മതി. അത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ ആർക്കും താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന നോൺ കമ്മ്യൂണിക്കൽ ഡിസീസ് എന്ന് പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം തന്നെയാണ് നമ്മുടെ കേരളം. അതിൻ്റെ സർവേ ഒക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ അടുത്ത സർവേക്ക് ആളുകൾ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. ഇന്ന് ഈ കൂട്ടത്തിൽ തന്നെ മിക്കവാറും ഉള്ള എല്ലാ ആളുകളും ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മരുന്ന് കഴിക്കുന്നതായിരിക്കും അല്ലേ. എന്തൊക്കെയായിരിക്കും ഈ ജീവിതശൈലി രോഗങ്ങൾ വരുന്നത്? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്. അപ്പം ഇതിന് നമ്മളെല്ലാവരും തന്നെ, മിക്കവാറും ഉള്ള ആളുകളെല്ലാവരും തന്നെ ഏതെങ്കിലും രീതിയിൽ മരുന്ന് കഴിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ ഇത് മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, ഭക്ഷണം കഴിച്ചാലും നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഭക്ഷണമാണ് നമ്മൾ ദിവസവും കഴിക്കുന്നത് അല്ലേ. നമുക്ക് ആവശ്യമുള്ള കലോറി ഒരു 2500 കലോറിക്കടുത്ത് ആവശ്യമുള്ള ഒരാൾ നമ്മളൊരു 4000-5000 കലോറി നമ്മൾ അകത്താക്കും ഇല്ലേ. അപ്പോൾ എക്സസ് വരുന്ന കലോറി അത് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ തന്നെ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്? എക്സർസൈസ് ചെയ്യണം. അതിൽ എത്ര പേര് എക്സർസൈസ് ചെയ്യും റെഗുലറായിട്ട്? വളരെ ചുരുക്കം ആളുകൾ റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യുള്ളൂ അല്ലേ. ഇതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ ധാരാളം നമ്മളിതിനെക്കുറിച്ച് കേട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. പക്ഷേ നമ്മളാരും അതിന് വേണ്ടിയിട്ട് സമയം മെനക്കെടുത്തുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മുടെ എന്ത് സാധനം വാങ്ങിച്ചാലും നമ്മൾ അതിനൊരു ഇൻഷുറൻസ് എടുക്കും ഇല്ലേ. വണ്ടി വാങ്ങിച്ചാലും വീട് വാങ്ങിച്ചാലും വേറെ അതുപോലെ വില കൂടി എന്ത് സാധനം വാങ്ങിച്ചാലും നമ്മൾ അതൊക്കെ ഇൻഷുർ ചെയ്യും. നമുക്ക് മാത്രം നമ്മൾ യാതൊരു ഇൻഷുറൻസും ഉണ്ടാവില്ല. അത് മാത്രമല്ല, നമ്മൾ വളരെ ഹാർംഫുള്ളായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിത്യേന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഹാബിറ്റിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് ഈ അസുഖങ്ങൾ വരാനും ഇതേ രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാനും അതുപോലെ തന്നെ അത് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള നമ്മുടെ അവയവങ്ങളെ കേടുവരുത്താനും അത് അവസാനം ട്രാൻസ്പ്ലാന്റിലോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ജന്മന ഉണ്ടാകുന്നുണ്ടാകാം, നമ്മുടെ അസുഖങ്ങൾ വന്നിട്ടുണ്ടാകുമ്പോൾ ഈ പറയുന്ന ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചില വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് ലിവറിന് കേട് വന്നിട്ടുണ്ടാകാം. പിന്നെ ബാക്കിയുള്ളത് ചില മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ
എല്ലാവരും തന്നെ മരുന്നുകൾ കഴിക്കുന്നതാണ്. ഈ മരുന്നുകളെല്ലാം മെറ്റബോളൈസ് ചെയ്യുന്നത് നമ്മുടെ ലിവറിലാണ്. ആൽക്കഹോൾ മാത്രമല്ല, പല മരുന്നുകളും അതുപോലെ തന്നെ ഹെവി മെറ്റൽസ് എല്ലാം തന്നെ ഇതുപോലെ പോയിസണസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ കഴിയുന്നത്ര നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം നമ്മൾ മരിച്ചു കഴിയുമ്പം നമുക്ക് കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് എടുക്കാവുന്ന കാര്യം, സാധാരണ ഒരു ഡെത്തിൽ എടുക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന കണ്ണ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. അത് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ലിവർ എടുക്കാൻ പറ്റും ഇല്ല, കണ്ണ് മാത്രമേ നമുക്ക് മരിച്ചു കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് രീതിയിൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേതൊക്കെ നമ്മളീ പറയുന്ന ബ്രെയിൻ ഡെത്തിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആളുകൾ, നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ഇതിന് വില്ലിങ് ആണെങ്കിൽ മാത്രമേ കൊടുക്കൂ. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എഴുതി കൊടുത്തിട്ട് അവിടെ പോയി കിടന്ന് നമുക്ക് വല്ല ബോധമുണ്ടോ? ബ്രെയിൻ ഡെത്തായിട്ട് കിടക്കുന്ന ആളുടെ ബോധമൊന്നും ഇത് കൊടുക്കണമെന്ന് പറയണമെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ പറയണം. അപ്പോൾ ഇത് കൊടുക്കുമ്പം അവരും കൂടെ അവെയറാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അവെയറായിരിക്കണം. നമ്മളത് കൊടുക്കാൻ മുന്നോട്ട് വരണം. മുന്നോട്ട് വന്നാൽ പോലെ നമ്മുടെ ബന്ധുക്കളും അതുപോലെയുള്ള ആളുകളും ഇതറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കോമൺ ആയിട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡോക്ടർ എനിക്കൊന്ന് കേസോട്ടോയും കേനോസുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറയുമെന്ന് തോന്നുന്നു. അതിനിടയ്ക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ ഡോക്ടർ രാജുവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ വനജ ഇവിടെയുണ്ട്. അവർക്കും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ഡോക്ടർ നീതുവാണ് കേസോട്ടെ റെപ്രസെൻ്റ് ചെയ്ത് ഈ സെമിനാറിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അത് തുടർന്ന് ക്ലാസ് മുന്നോട്ട് നയിക്കുന്നതിന് ഡോക്ടർ നീതുവിനെ ഞാൻ ക്ഷണിക്കുകയാണ്. എൻ്റെ പേര് നീതു. ഞാൻ ഡോക്ടറല്ല, ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്ററാണ്. എല്ലാവരും എന്നെ ഡോക്ടർ എന്നാണ് പറഞ്ഞത്, ഡോക്ടറല്ല. പക്ഷേ ഞാൻ പറയാനിരിക്കുന്ന പല ടോപ്പിക്സും സാർ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അവയവദാനത്തെ പറ്റിയും ഏതൊക്കെ അവയവങ്ങൾ ഡൊണേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം സാർ ഓൾറെഡി കുറേ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ വരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ്. കേസോട്ടോ എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിൽ പ്രതിനിധീകരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ 2 കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഇതിലൊരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അവയവദാനത്തെ പറ്റി എന്തറിയാം? സാറിന് നല്ലപോലെ അറിയായിരിക്കും. മോനൻ സാറിനും അമ്മയ്ക്ക് അന്ന് മകന് കൊടുക്കണമെന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് അന്ന് അമ്മ ചെയ്തായിരിക്കും അല്ലേ, 35 വർഷം മുമ്പ്. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. ഞാൻ ജനിച്ചു കഴിഞ്ഞ് എൻ്റെ അറിവിലേക്ക് അത് വരുന്നത് 26ാമത്തെ വയസ്സിലാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ ജോലി കിട്ടി കയറുന്നത്. അന്നാണ് എനിക്ക് അവയവമാറ്റത്തെ പറ്റി ഒരറിവ് ശരിക്ക് വരുന്നത്. അതുവരെ എനിക്കറിയില്ല. അപ്പം നിങ്ങളിൽ എത്ര പേർക്ക് കാര്യമായിട്ട് അറിയാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. ഞാനിപ്പോൾ പറഞ്ഞിട്ടൊരു 7-8 വർഷമായിട്ടുണ്ടാവും ഇതേപ്പറ്റി കൃത്യമായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് പറയാനും മാത്രം. അപ്പം അന്നിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കും സാറിനും ഒക്കെ എന്തുമാത്രം അതേപ്പറ്റി ആ ഒരു ഇത് വന്നു എന്നുള്ളത് സാറിൻ്റെ 26ാമത്തെ വയസ്സിൽ സാറ് ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. കോട്ടയം മെഡിക്കൽ കോളേജിൽ 2002-ലാണ് അതായത് ബന്ധുക്കളിൽ നിന്നുള്ള ദാനം തുടങ്ങുന്നത്. ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളിൽ നിന്ന് ഉള്ള ദാനം ചെയ്ത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് കൊടുക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് 2002-ലാണ്. 2012-ലാണ് മരണാനന്തരമുള്ള അവയവദാനം സ്റ്റാർട്ട് ചെയ്തത്. 2012. അപ്പം നമുക്ക് 91-ലാണോ സാറേ കോഴിക്കോട് ട്രാൻസ്പ്ലാന്റ്? 88-ൽ. അപ്പം കോട്ടയത്ത് തുടങ്ങുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോഴിക്കോട് തുടങ്ങി. വെല്ലൂർ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു സാറ്, അദ്ദേഹം എംപ്ലോയ്മെൻറ്റ് ഓഫീസറായിരുന്നു കോട്ടയത്തെ സാറ്. നമുക്ക് വെല്ലൂർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് പിന്നെ ഫോളോ അപ്പിന് വന്നുകൊണ്ടിരുന്ന മെഡിക്കൽ കോളേജിലാണ് സാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൽ ഒത്തിരി ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ കോട്ടയത്ത് ഫോളോ അപ്പിന് വരുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 2012-ലാണ് KNOS എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. KNOS, കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ട് മരണാനന്തര അവയവദാനത്തിന് വേണ്ടിയിട്ടുള്ളൊരു സംഘടന
സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2012 കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയർ. അതിനുശേഷം ഈ ഒരു 2-3 വർഷം മുമ്പ് അത് കേസ് ഓട്ടോയായി, കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നായി അതിൻ്റെ പേര്. അങ്ങനെ ഇതിലേക്ക് മാറി. അപ്പം നമുക്ക് ഈ 2012 ഈ മരണാനന്തരമുള്ള അവയവദാനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു 2017 വരെ നല്ല രീതിയിൽ അവയവദാനം നടക്കുന്നുണ്ട്. മരണം ബ്രെയിൻ ഡെത്ത് സംഭവിക്കുക, മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷമുള്ള അവയവദാനം നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ സാറ് പറഞ്ഞ പോലെ, ഡോക്ടർ രാജു പറഞ്ഞതുപോലെ ഗണപതി എന്ന് പറഞ്ഞൊരു ഡോക്ടർ അതിൻ്റെ അകത്ത് സംശയം പറഞ്ഞ് കോടതിയിലേക്ക് കേസുമായിട്ട് മൂവ് ചെയ്തു. അതിനുശേഷം നമ്മുടെ അവയവദാനം നടന്നുകൊണ്ടിരുന്ന കണക്ക് വളരെ ഗണ്യമായിട്ടും കുറഞ്ഞു. നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നൊരു കാര്യമാണ്, പക്ഷെ അത് നല്ല രീതിയിൽ കുറഞ്ഞു. അതിനുശേഷം 2018 തോന്നി ഈ പറഞ്ഞ ജോസഫ് എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, എല്ലാവർക്കും സിനിമ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷെ 2012 ട്രാഫിക് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. അത് അവയവദാനത്തിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നൊരു സിനിമയായിരുന്നു. അത് എത്ര പേരെ എല്ലാവരും എത്രത്തോളം അഫക്റ്റ് ചെയ്തു നടത്തില്ല. പക്ഷെ ജോസഫ് നെഗറ്റീവ് സിനിമ വന്നപ്പം നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തു എല്ലാവരും. അതിനുശേഷം വീണ്ടും അവയവദാനം നല്ലതുപോലെ കുറഞ്ഞു. ഇപ്പോഴും ആ കുറഞ്ഞ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച നമുക്ക് കോഴിക്കോട് ഒരു ഡൊണേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് നടക്കുന്ന കേരളത്തിൽ വർഷത്തിൽ 10-12 ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്. അതിനുശേഷം വളരെ ഗണ്യമായിട്ട് ട്രാൻസ്പ്ലാന്റിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പം നമുക്കിപ്പം സാധിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളിൽ നിന്നുള്ള അവയവദാനമാണ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത്. ബന്ധുക്കൾ അല്ലാത്തവരിൽ നിന്നും ഉള്ളത്, അതായത് അൺറിലേറ്റഡ് നടക്കുന്നുണ്ട്. റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നുള്ള ട്രാൻസ്പ്ലാന്റ് ഇപ്പം നമ്മുടെ കേരളത്തിൽ വളരെ കൂടുതൽ. നമ്മൾ ആരോഗ്യരംഗത്ത് വലിയ ആൾക്കാരാണ്, കേരളം വലിയ സംസ്ഥാനമാണ് എന്നൊക്കെ നമ്മൾ എല്ലായിടത്തും പറയുന്നുണ്ട്. പക്ഷേ അവയവദാനത്തിൻ്റെ കാര്യത്തിൽ, മരണാനന്തര അവയവദാനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പുറകിലാണ്. അപ്പം ഞാനിന്ന് എൻ്റെ സ്ലൈഡ്സിലേക്ക് പോകാം. കുറേ ഇംഗ്ലീഷാണ്, എന്നാലും എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർഗൻ ട്രാൻസ്പ്ലാന്റിനെ പറ്റിയാണ് സാറ് പറഞ്ഞ കാര്യം തന്നെയാണ്. അതൊരു ഓർഗൻ അല്ലെങ്കിൽ ടിഷ്യൂ എന്നുള്ളത് നമ്മൾ ഒരാളിലേക്ക് അതൊരു ജീവിക്കുന്ന ആളിൽ നിന്നാവാം അല്ലെങ്കിൽ മരിക്കുന്ന ആളിൽ നിന്നാവാം മറ്റൊരാളിലേക്ക് മാറ്റി വെക്കുന്നതിനെയാണ് നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ അവയവദാനം അല്ലെങ്കിൽ കണ്ണ് ദാനം ചെയ്യുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത്? നമുക്കത് നോക്കാം, അതിൻ്റെ കണക്കുകൾ നോക്കാം. ഏകദേശം എനിക്കൊന്ന് 2022 കണക്കാണ്. 2022 കിഡ്നിക്ക് വേണ്ടിയുള്ളവരുടെ എണ്ണമാണ്, ആവശ്യമുള്ളവരുടെ എണ്ണം 2 ലക്ഷം പേര്. പക്ഷെ നമുക്ക് നടന്ന ഓർഗൻ ട്രാൻസ്പ്ലാന്റ് 4000 മാത്രം. അതിൻ്റെ 2% നടക്കുന്നുള്ളൂ. ലിവർ അതുപോലെ 1,500,000 ട്രാൻസ്പ്ലാന്റേ നടക്കുന്നുള്ളൂ. ഹാർട്ടാണെങ്കിൽ 50,000, നടക്കുന്നത് 50 എണ്ണം. കോർണിയ 1,00,000. കോർണിയ വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ആയി വരുന്നുണ്ട്. ഇങ്ങോട്ട് നമുക്ക് ഒത്തിരി കോള് വരുന്നുണ്ട്. ഞങ്ങളുടെ അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ അമ്മ മരിച്ചു, നിങ്ങൾക്ക് കണ്ണെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി കോള് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം അത് വലിയ കുഴപ്പമില്ലാതെ ഇപ്പം നടക്കുന്നുണ്ട്. എങ്കിലും ആവശ്യത്തിനൊപ്പം എത്തിയിട്ടില്ല. അപ്പം ഇതാണ് ഏകദേശം ഒരു കണക്കാണ് നമുക്ക് എന്തുമാത്രം കിട്ടുന്നുള്ളത്. നോക്കണം, 2%, 0.5%, 0.1%, 25%. ഇതൊക്കെയാണ് വേണ്ടതിൻ്റെയും വെച്ച് നോക്കുമ്പോൾ നടക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ 5 ലക്ഷം പേര് അവയവം കിട്ടാതെ അല്ലെങ്കിൽ ഈ അത്യാവശ്യമുള്ള അവയവങ്ങൾ കിട്ടാതെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇയർലി, ഒരു വർഷത്തിൽ. എൻ്റെ സ്റ്റേജ് ഡിസീസിലേക്ക് പോകുന്നത്, അതായത് അവർക്ക് വേറെ ഒരു നിവൃത്തിയില്ല. ലിവർ ഡിസീസ് ആവാം, കിഡ്നി ഡിസീസ് ആവാം. അവർക്ക് വേറെ ഒന്നും അവർക്ക് ബന്ധുക്കളിൽ നിന്നില്ല, പിന്നെ വേറെ മാച്ചസ് നോക്കി കിട്ടുന്നില്ല. ഒന്നും കിട്ടാതെ വരുമ്പം പിന്നെ അവർക്ക് മരണത്തിലേക്ക് പോകാമെന്നുള്ളത് നിവൃത്തിയുള്ളൂ. ഡോക്ടേഴ്സിന് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത്രയും പേര് നമുക്ക് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2 രീതിയിലാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞു. ലിവിങ് ഓർഗൻ ഡൊണേഷൻ, അതായത് ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുള്ള അവയവദാനം. റിലേറ്റഡ് ആവാം, അൺറിലേറ്റഡ് ആവാം, ബന്ധുക്കളിൽ നിന്നാവാം, ബന്ധുക്കളല്ലാത്തവരിൽ നിന്നാകാം. അതിനെല്ലാം ഇപ്പം നിയമങ്ങളുണ്ട്. ബന്ധുക്കളിൽ നിന്നുള്ളതിൻ്റെ എല്ലാം നമുക്കൊരു സർക്കാരിൽ നിന്നുള്ളൊരു ഇത് നമുക്ക് കമ്മിറ്റി അംഗീകാരം തരണം, എന്നാൽ മാത്രമേ ഏതായാലും ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പം ബന്ധുക്കളിൽ നിന്നുള്ളതും ബന്ധുക്കളിൽ നിന്ന് അല്ലാതെ നിന്നുള്ളതും. രണ്ടാമത് മരണാനന്തര അവയവദാനം. അത് സാറ് പറഞ്ഞ പോലെ കാർഡിയാക് ഡെത്ത്, അതായത് നമുക്ക് ഹൃദയസ്തംഭനം സംഭവിച്ചതിന് ശേഷമുള്ള അവയവദാനവും അല്ലാതെ മസ്തിഷ്ക മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനുശേഷമുള്ള അവയവദാനം. 2 രീതിയിലും ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് കാർഡിയാക് ഡെത്ത്, അതായത് ഹൃദയസ്തംഭനം മൂലമുള്ള മരണമാണെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പം കണ്ണ് മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷേ പുറം രാജ്യങ്ങളിൽ വികസിച്ചിട്ടുണ്ട്, പല അവയവങ്ങളും എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്കും അത് താമസിയാതെ വരട്ടെ. അങ്ങനെയാണെങ്കിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ കണക്കുകളിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ അവയവദാനങ്ങളൊക്കെ നിയമപരമാണോ എന്നുള്ളതിനാണ്. ആദ്യമായിട്ട് നമുക്ക് കേന്ദ്ര സർക്കാർ അതിനുള്ള നിയമം ഇറക്കുന്നത് 1994 അന്ന് നിയമം ഇറക്കി. അതിനുശേഷം അതിൻ്റെ അമെൻമെൻറ്റ്, അതിന് കുറേ ഇതൊക്കെ വരുത്തി 2011 ഇറക്കി. അതിൻ്റെ റൂൾസ് 2014 ഇറക്കി. അപ്പോൾ ഈ അവയവദാനം എന്നുള്ളത് നിയമപ്രകാരം തന്നെ നടക്കുന്ന കാര്യമാണ്. അല്ലാതെ നിയമപ്രകാരം അല്ലാതെ ഒന്നും നടക്കുന്നില്ല. കറക്റ്റ് കണക്കുണ്ട് സർക്കാരിൻ്റെ കയ്യിൽ, ഏതൊക്കെ വർഷം എത്രയൊക്കെ നടന്നു എന്നെല്ലാം കൃത്യമായിട്ട് കണക്കുണ്ട്. നമുക്ക് ചുമ്മാ വഴിയെ പോകുന്ന ഒരാളെ ബ്രെയിൻ ഡെത്ത്, മസ്തിഷ്ക മരണം സംഭവിപ്പിക്കാൻ പറ്റത്തില്ല. അതിനെല്ലാം കൃത്യമായ പാനൽ ഓഫ് ഡോക്ടേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ലോയുടെ ഒരു ഇതിട്ടൂന്നേ ഉള്ളൂ, പുതിയ ലോയുടെ ഒരു ജസ്റ്റ് ഒരു പാഠം ഇട്ടന്നേ ഉള്ളൂ ഞാൻ. ഇനി നമ്മുടെ ഈ പുതിയ 2014 ലോയുടെ ആവശ്യം എന്താണെന്നുള്ളത് അതിൻ്റെ അകത്ത് പറയുന്നത്. ദ പർപ്പസ് വാസ് ടു റെഗുലേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ റിമൂവൽ, സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ടു പ്രിവെൻറ്റ് കൊമേഴ്ഷ്യൽ ഡീലിങ്സ്. അതായത് കച്ചവടപരമായ എല്ലാ ഇതും സർക്കാർ അതിൻ്റെ അകത്ത് നിരോധിച്ചേക്കുക. അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ എന്താണെന്നുള്ളതും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. എസ്റ്റാബ്ലിഷിംഗ് എ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഓർഗൻ ഡൊണേഷൻ ആൻഡ് ദ പ്രിവെൻഷൻ ഓഫ് ഓർഗൻ ട്രാഫിക്കിംഗ്. ഇപ്പോൾ കുറേ സിനിമകൾക്കകത്തുണ്ട് ഓർഗൻ ട്രാഫിക്കിങ് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഈ കഴിഞ്ഞ ഇടം എങ്ങനെ കഴിഞ്ഞാൽ ലോക എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ചെറിയൊരു ഹിൻറ്റ് വരുന്നുണ്ട് ഓർഗൻ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. അടുത്ത സീരീസിലൊക്കെ അതിൻ്റെ കാണാൻ പറ്റുമായിരിക്കും, അറിഞ്ഞുകൂടാ. കുറേ സിനിമകൾക്കകത്ത് ഇപ്പോൾ പറയുന്നുണ്ട് ഓർഗൻ ട്രാഫിക്കിംഗ്, ഓർഗൻ കടത്തിന് വേണ്ടിയിട്ടാണ്, അവയവക്കടത്താണ്, അവയവ കച്ചവടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സർക്കാരിന് ഇതിനെല്ലാം കൃത്യമായിട്ട് നിയമങ്ങളുണ്ട്. ഇതിനി നമ്മൾ മരണശേഷമുള്ള അവയവദാനത്തിൻ്റെ കാര്യം, കേസോട്ട് മെയിനായിട്ട് അതുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്നവർ എന്നുള്ളത് ഡീൽ ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ ജീവിച്ചിരിക്കുന്നവർ അങ്ങനെ തന്നെ ആരോഗ്യപരമായിട്ട് ഇരിക്കട്ടെ, അവയവം കൊടുക്കുന്നതുകൊണ്ട് ആരോഗ്യപരം അല്ലാതാവുന്നു എന്നല്ല, എങ്കിലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് മരണാനന്തരമുള്ള അവയവദാനം തന്നെയാണ്. അപ്പം അതാണ് ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. രണ്ട് രീതിയിലാണ് നമുക്ക് മരണം സംഭവിക്കുക. ഒന്നെങ്കിൽ ഹൃദയസ്തംഭനമായിരിക്കാം, അല്ലെങ്കിൽ മസ്തിഷ്ക മരണമായിരിക്കാം. നമ്മുടെ സംശയം നമുക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് മരണം തന്നെയാണോ എന്ന്. ഹൃദയം സ്തംഭിച്ച് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് അടിച്ചാൽ മാത്രമേ, അറ്റാക്ക് വന്നാൽ മാത്രമേ മരിക്കൂ, അങ്ങനെ ഒരു ചിന്തയാണ്. അല്ല, നമ്മുടെ മസ്തിഷ്കത്തിന് മരണം സംഭവിച്ചാലും അത് മരണം തന്നെയാണ്, പൂർണ്ണമായ മരണം തന്നെയാണ്. അല്ലാതെ മരണം പോലെയാണ് അല്ല, മരണമാണത്. മരണം അതിനെപ്പറ്റിയാണ് പറയുന്നത്. ദ ടൈം ബ്രെയിൻ ഡെത്ത്, അതായത് മസ്തിഷ്ക മരണം ഈസ് ഡിഫൈൻഡ് ആസ് ഇറിവേഴ്സിബിൾ അൺകോൺഷ്യസ്നെസ് വിത്ത് കംപ്ലീറ്റ് ലോസ് ഓഫ് ബ്രെയിൻ സ്റ്റെം ഫങ്ഷൻ. അതായത് ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്ന ബ്രെയിൻ സ്റ്റെം ഡെത്ത് എന്നാണ് മെയിനായിട്ട്. ബ്രെയിൻ സ്റ്റെം ഡെത്ത് എന്നാണ് പറയുന്നത്. അതായത് അത് കംപ്ലീറ്റ് ഫങ്ഷൻസ്, നമ്മുടെ ശരീരത്തിലേക്കുള്ള എല്ലാ ഫങ്ഷൻസും കംപ്ലീറ്റ്ലി ലോസ് ആവുക. നമ്മൾ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു രീതിയിലും നമ്മുടെ ശരീരത്തിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടക്കില്ല. സപ്പോർട്ടോടുകൂടി മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ എത്ര നാൾ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും? അതിൻ്റെ ഇടയ്ക്ക് ഒരു കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഹൃദയസ്തംഭനം സംഭവിച്ചാൽ നമ്മൾ പൂർണ്ണമായിട്ട് പിന്നെ ഒരു സപ്പോർട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ബ്രെയിൻ ഡെത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പല സപ്പോർട്ടോടുകൂടി ആളെ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ അത് കൃത്രിമമായ ഒരു കാര്യം മാത്രമാണ്. ആൾ പൂർണ്ണമായിട്ട് മരണപ്പെട്ട് തന്നെ കിടക്കുവാണ്. നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന അവയവങ്ങൾ ദാനം ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷനാണ് അതിൻ്റെ അകത്തുള്ളത്. ബ്രെയിൻ സ്റ്റെം ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ശരീരത്തിലേക്കുള്ള എല്ലാ ഫങ്ഷൻസും ലോസ് ആവുകയാണ് അവിടെ കൊണ്ട് നമുക്ക്. അതെന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രീത്തിങ് സ്റ്റോപ്പ് ആവും, ഡൈജഷൻ സ്റ്റോപ്പ് ആവും, ഹാർട്ട് റേറ്റ് നിൽക്കും, ബ്ലഡ് പ്രഷർ നിൽക്കും, കോൺഷ്യസ്നെസ്, നമുക്ക് അറിവ് എല്ലാം നിൽക്കുക നമ്മുടെ. അതായത് സപ്പോർട്ടോടുകൂടി കോൺഷ്യസ്നെസ് ഒട്ടുമില്ല, ബാക്കി നമ്മുടെ ബ്രീത്തിങ്ങും ഡൈജഷനും ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും ഒക്കെ നമുക്ക് സപ്പോർട്ടോടുകൂടി മാത്രമാണ് പിന്നെ നിലനിർത്താൻ സാധിക്കുന്നത്.
വേറെ ഒന്നും നമുക്ക് ശരീരത്തിൽ നമ്മുടെ സ്വന്തമായ ഇതിലൊന്നും നിലനിർത്താൻ പറ്റത്തില്ല ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ. അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബ്രെയിൻ ഡെത്ത് വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് അപകടങ്ങൾ സംഭവിച്ച് ട്രോമ ഉണ്ടാവാം, ട്യൂമർ ആയതുകൊണ്ടാവാം, ബ്ലീഡിങ് ഉണ്ടാകുന്നതുകൊണ്ടാവാം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നത്. ഇനി ബ്രെയിൻ ഡെത്ത്, മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കയറിയ ആളിന് അവയവം എടുക്കുകയല്ല. അതിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ 6 മണിക്കൂർ ഇടവിട്ട് അപ്നിയ എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട്. അത് ഒരു ഡോക്ടറല്ല, 4 ഡോക്ടർമാർ ചേർന്നിട്ടുള്ള ഒരു പാനലാണ് അത് ചെയ്യുന്നത്. ആ 4 ഡോക്ടർമാരോട് ചെയ്താൽ മാത്രമേ, അത് സ്ഥിരീകരിച്ചാൽ മാത്രമേ നമുക്ക് ബ്രെയിൻ ഡെത്താണെന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്യത്തുള്ളൂ. അപ്പം ആ 4 ഡോക്ടർമാർ, അത് ഹോസ്പിറ്റലിൻ്റെ തന്നെ ഒരു ഇൻചാർജ് വേണം, ട്രീറ്റിംഗ് ഡോക്ടർ വേണം, ഒരു ന്യൂറോ സർജൻ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ് വേണം, പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു ഡോക്ടർ മസ്റ്റായിട്ട് വേണം, പിന്നെ അപ്രൂവ്ഡ് അതോറിറ്റി ചെയ്തിട്ട് ഒരു ഡോക്ടർ, അതായത് ഒരു എംപാനൽഡ് ഡോക്ടറുണ്ട്. ഈ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം കേസോട്ടോയിൽ നിന്ന് എംപാനൽ ചെയ്ത കുറേ ഡോക്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റുണ്ട് എല്ലാ ജില്ലകളിലും. ആ ജില്ലകളിൽ നിന്നുള്ള ആ ലിസ്റ്റ് പ്രകാരമുള്ള ഡോക്ടർമാരിലാണ് ഇതിലൊരാൾ. അപ്പം പ്രൈവറ്റുകാർക്ക് ഇതിനകത്ത് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ കുറേ പേര് വിമർശിക്കുന്നതുകൊണ്ട് മാത്രം പറഞ്ഞാണ്, അവർ ചെയ്യുന്നു എന്നല്ല ഞങ്ങൾ പറയുന്നത്. അപ്പം അത് അവർക്കൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഗവൺമെൻറ് ഡോക്ടർ അവിടെ നിർബന്ധമായും വേണം, എങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ ചെയ്തതുകൊണ്ട്, അതായത് ബ്രെയിൻ ഡെത്ത് ആണ് എന്ന് സർട്ടിഫൈ ചെയ്ത്, അത് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായൊരു ഫോമുണ്ട് ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യണമെങ്കിൽ. അതിൽ സർട്ടിഫൈ ചെയ്തതുകൊണ്ട് അവയവദാനം നടക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അത് ബന്ധുക്കളും ഒപ്പിട്ട് അവർക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം. നമ്മൾ ഒരു തവണ ചോദിക്കും, ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്, അവയവം ദാനം ചെയ്യാൻ ഓപ്ഷനുണ്ട്, താല്പര്യമുണ്ടോ? ഉണ്ടെന്ന് പറയുവാണെങ്കിൽ മാത്രമേ ബാക്കി സമ്മതപത്രം എഴുതി മേടിച്ച് നമ്മൾ ചെയ്യുള്ളൂ. അല്ലാതെ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്തു എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ അവയവം എടുക്കത്തില്ല. കോമ എന്നുള്ള സ്റ്റേജിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? കോമ കുറേ സിനിമകളിൽ കാണിക്കുന്നുണ്ട്, ആൾ കോമയിലാണ് എന്ന് പറഞ്ഞിട്ട്. ഈ കോമയും ബ്രെയിൻ ഡെത്തും ഒന്നാണോ? ആർക്കെങ്കിലും അറിയാവോ? അല്ല. കോമ നമുക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ആള് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം, ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷമായിരിക്കാം, നമുക്കറിയില്ല. കോമ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഒരിക്കലും മസ്തിഷ്ക മരണമല്ല, ബ്രെയിൻ ഡെത്ത് അല്ല കോമ. പക്ഷെ ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തിരിച്ചു വരില്ല, ആൾ ജീവിതത്തിലേക്ക് വരില്ല. അതാണ് സംശയം വരും കുറേ പേർക്ക്, അതുകൊണ്ടാണ് അതോടെ ഉൾപ്പെടുത്തിയത്. ഇത് നമ്മുടെ ഒരു റോഡ് ആക്സിഡൻറ്റിൻ്റെ കണക്കാണ്. 2018 തൊട്ട് 2022 വരെയുള്ളൊരു കണക്കാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കാം. 2018 40,000 സംതിങ്, 41 2019, 2020 27,000 ആയിപ്പോയത് നമ്മുടെ കോവിഡ് കൊണ്ടാണ്. ലോക്ക്ഡൗൺ ആയിരുന്നു, പുറത്തിറങ്ങാൻ മേലായിരുന്നു, എണ്ണം കുറഞ്ഞു പോയി. 2021 33,000, അപ്പോഴും കുറേയൊക്കെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ട് കോവിഡിൻ്റെ. 2022 ആയപ്പം വീണ്ടും പഴയതുപോലെ 43,000 വന്നു. ഇതിൽ എത്ര പേര് ബ്രെയിൻ ഡെത്ത് ആവുന്നുണ്ടെന്നറിയാം? ഒത്തിരി പേര്. നമ്മുടെ റോഡുകളിൽ ആക്സിഡൻറ്റ് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്, നമ്മൾ ദിനംപ്രതി വാർത്തകൾ കാണുന്നുണ്ട്, നമുക്കറിയാം. അതിലൊത്തിരി പേര് ബ്രെയിൻ ഡെത്ത് വന്നു, പക്ഷെ അവയവദാനത്തിലേക്ക് വരുന്നില്ല. അത് അറിവില്ലായ്മ കൊണ്ടാണോ? നമ്മൾ ഈ സാറ് പറഞ്ഞ പോലെ നമ്മൾ മരണശേഷം നമ്മുടെ അവയവം ദാനം ചെയ്താൽ നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കണ്ണ് കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കിഡ്നികളില്ലെങ്കിൽ നമുക്ക് നമ്മുടെ രക്തം ശുദ്ധീകരിക്കപ്പെടത്തില്ല, ഹൃദയം ഇല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ചെയ്യത്തില്ല, അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ കൊണ്ടാണ്, എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ചിലപ്പോൾ അന്ധവിശ്വാസങ്ങൾ കൊണ്ടായിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് ഡെത്തിൻ്റെ എണ്ണം 4,303, 4,440 ഓരോ വർഷത്തെയും കൊടുത്തിട്ടുണ്ട്. ബ്രെയിൻ ഡെത്തുകളുടെ എണ്ണം ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു വർഷം ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്ന ഡോണറിൻ്റെ എണ്ണം 10ഓ 20ഓ മാത്രം, അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാകുന്നില്ല അവയവങ്ങൾ ദാനം ചെയ്യുന്നവരുടെ എണ്ണം. പക്ഷെ മരിക്കുന്നവരുടെ എണ്ണം ഇത്രയുണ്ട്, ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നവരുടെ എണ്ണം. ഈ 4,000 പേരൊക്കെ പോട്ടെ, 4,000-ൽ പകുതി ആൾക്കാർ ഡൊണേറ്റ് ചെയ്താൽ നമ്മുടെ ഇവിടുത്തെ അവയവങ്ങളുടെ നീഡിനെ നമുക്കൊരു 50% അല്ലെങ്കിൽ 60% വരെ നീഡിനൊപ്പം നമുക്ക് എത്തിക്കാം, ആവശ്യത്തിനൊപ്പം ട്രാൻസ്പ്ലാന്റ് നമുക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ ആരോഗ്യ കേരളം എന്നുള്ളത് ഒന്നും കൂടെ നമ്മൾ ഒന്നാമതൊക്കെ ആവും. ഇപ്പം നമ്മൾ ഒന്നാമതാന്ന് പറയുന്നതിൻ്റെ ഒപ്പം നമ്മുടെ ഡോണർമാരുടെ എണ്ണം ഓരോ വർഷത്തെ 2012 9, 13 36, 14 58, 15 76, 16 72, 17 വീണ്ടും താഴാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു 2017 വരെ
16 വരെ നല്ല രീതിയിൽ പോയി. 2017 ആയപ്പോൾ ഡോക്ടർ ഗണപതിയുടെ കേസ് വന്നു തുടങ്ങി. എണ്ണം താഴ്ന്നു. 2018 ആയപ്പോഴത്തേക്കിന് 8 ജോസഫ് സിനിമ ഇറങ്ങി. വീണ്ടും 2019 ആയപ്പം ഗവൺമെൻറ് നമ്മളെ കുറേ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാൻ 4 ഡോക്ടേഴ്സ് എന്നുള്ള നിയമം വരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നു. കുറച്ച് ചെറുതായിട്ടൊന്ന് കയറി വരാൻ തുടങ്ങി. 2019 ആയപ്പം 19 എണ്ണം, 20 ആയപ്പോൾ 21, 21 ആയപ്പം 17, 2022 14, 23 19, 2024 പൂർത്തീകരിച്ച് വന്നിട്ടില്ല. ഇതിനകത്ത് മുഴുവൻ വന്നിട്ടില്ല, അതുകൊണ്ടാണ് 9. ഏകദേശം ഒരു 25 എണ്ണം എങ്ങാണ്ട് ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞു മരണം സംഭവിക്കുന്ന 4000 സംതിങ്, പക്ഷേ ഡോണർമാരുണ്ടാകുന്നത് എണ്ണം ഇത്രയേ ഉള്ളൂ. ബാക്കി മസ്തിഷ്കമരണം സംഭവിച്ചവരൊക്കെ വെറുതെ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ എവിടെയാണോ അവിടേക്ക് പോയി. നമുക്ക് ആരും അവയം ദാനം ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു നമ്മുടെ ആരോഗ്യ കേരളം മികച്ച ആരോഗ്യത്തിലാണ് എന്നൊക്കെ. പക്ഷെ നമ്മൾ കേരളം എന്ത് ചെയ്യാൻ നോക്കിക്കേ, എത്രാമതാന്ന് നോക്കിക്കേ. നമ്മൾ അവയവദാനത്തിൻ്റെ കേസിൽ, അതായത് മരണശേഷം അവയവദാനം നടക്കുന്നവരുടെ കാര്യമാണ്. ജീവിച്ചിരിക്കുന്നവരെ എന്നുള്ള അവയവദാനം ഇവിടെ പറയുന്നില്ല. മരണശേഷം നടക്കുന്ന അവയവദാനത്തിൽ നമ്മുടെ കേരളം നോക്ക് 1 2 3 4 5 6 7 8 9 10 11 12ാമത് നമ്മൾ കിടക്കുക. പക്ഷെ നമ്മൾ ആരോഗ്യ കേരളം മികച്ച ആരോഗ്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും താഴെയാണ്. ഇത് ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുള്ള അവയവദാനം. ഇതിൽ നമ്മൾ 4ാമതുണ്ട്. നമുക്ക് നമ്മുടെ ബന്ധുക്കളുടെയും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയും അവയവം സ്വീകരിക്കാനാണ് താല്പര്യം. നമ്മുടെ വീട്ടിലൊരവസ്ഥ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അവയവം ആവശ്യമുള്ള ഒരാൾ വീട്ടിൽ വരുന്നു, ആൾക്ക് അസുഖമാണ്, ഒരു വിധത്തിലും മാറ്റി വെക്കാതെ ജീവിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ. ആ അവസ്ഥയിൽ നമ്മൾ ആദ്യമേ നമ്മുടെ ബന്ധുക്കളെയും നോക്കും. അപ്പം ബ്ലഡ് ഗ്രൂപ്പ് ചേരുന്നില്ല, അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ചേർന്നിട്ടും ക്രോസ് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ചേരുന്നില്ലാത്തൊരവസ്ഥ. നമുക്ക് ഫാമിലിയിൽ നിന്ന് ആരും തരാനില്ല. അപ്പോഴാണ് നമ്മൾ പുറത്തോട്ടുള്ളവരെ നോക്കാൻ തുടങ്ങുന്നത്. നമുക്ക് എന്ത് പറഞ്ഞാലും അറിയാം, പുറത്തോട്ടുള്ളവരെ നോക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നിയമപ്രകാരം പറയുന്നുണ്ട് കാശ് കൊടുക്കരുത്, എടുക്കരുത്, ഇതിന് കാശ് ട്രാൻസാക്ഷൻ ഇല്ല എന്നൊക്കെ. പക്ഷേ അവയവദാനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കുന്ന ഒരു ഓപ്പറേഷന് വേണ്ടി നമുക്കറിയാമോ, എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ പിരിവൊക്കെ നടക്കുന്നുണ്ടല്ലേ. 20 ലക്ഷം, 30 ലക്ഷം, ലിവർ ആണെങ്കിൽ 50 ലക്ഷം, 40 ലക്ഷം, അങ്ങനെയൊക്കെ പറഞ്ഞ് പിരിവ് നടക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ പൈസ മുടക്കി ഇതിൻ്റെ അകത്ത് ചിലർക്ക് ബന്ധുക്കളെയും ചെയ്യുന്നുണ്ട്, ചിലർക്കല്ലാതെ പുറത്തും ചെയ്യുന്നുണ്ട്, സുഹൃത്തുക്കൾ കൊടുക്കുന്നത് ചെയ്തിട്ടുണ്ട്. യാതൊരു ബന്ധവും ഇല്ലാത്തതും നടക്കുന്നുണ്ടാവും, എല്ലാം നടക്കുന്നുണ്ടാവും. പക്ഷേ നമുക്കിത് മരണപ്പെട്ടവരിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഈ ജീവിച്ചിരിക്കുന്നവരുടെ അവയവങ്ങൾ അത്രയും കിട്ടാതെ വരുമ്പോഴേ നമുക്കത് എടുക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ അതാ കൂടുതൽ നടക്കുന്നത്. നമ്മളവിടെ 4ാമത് നിൽക്കുക ആ കാര്യത്തിൽ. ഇത് ഓർഗൻ ഡൊണേഷനെ പറ്റിയുള്ള തെറ്റായ ധാരണകളുടെ ഒരിതാണ്. ആദ്യത്തത്, എനിക്ക് ഭയങ്കര പ്രായമായി, ഐ ആം ടു ഓൾഡ്. പ്രായമായാൽ കൊടുക്കാൻ പറ്റത്തില്ലേ? സംശയം കാണുമല്ലേ നിങ്ങൾക്കൊക്കെ? ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ നമ്മൾ ഒരു കുഴപ്പമില്ലാങ്കിൽ എടുക്കും. ചിലപ്പോൾ എല്ലാ അവയവവും പറ്റിയെന്ന് വരത്തില്ല. ഇപ്പം നമ്മൾ മരണശേഷമാണെങ്കിൽ പോലും നമ്മൾ എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും അല്ലെങ്കിൽ അതിന് വേണ്ട, ഇപ്പം കിഡ്നിക്ക് വേണ്ട ടെസ്റ്റ് ആണെങ്കിൽ അതിന് വേണ്ട ടെസ്റ്റുകൾ, യൂറിന് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കും. ലിവറിനാണെങ്കിൽ വയറിൻ്റെ സ്കാനിങ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടാവും തീരുമാനിക്കുന്നത്. ഓരോന്നിൻ്റെ നമ്മൾ ചെയ്യും. എല്ലാ അവയവവും ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ നമുക്ക് പറ്റുന്നത് മതി. അതായത് ഹാർട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും, ആ ഒരു ഹാർട്ടും കൊണ്ട് ഗുണമുണ്ടായില്ലേ, ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ മതി. ശരിയാണ്, പ്രായം 70 വയസ്സ് കഴിഞ്ഞ ഡോണർമാരുണ്ട് നമുക്ക്, 80 വയസ്സ് കഴിഞ്ഞ ഡോണർമാരുണ്ട് നമുക്ക്, എല്ലാം ഉണ്ട്. ഒരു അവയവം മതി, ഒരാൾ രക്ഷപ്പെടുമല്ലേ, അത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി. രണ്ടാമത്തത്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു അവയവം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ബോഡിക്ക് വ്യത്യാസം വരും. അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത് എൻ്റെ രൂപം വികൃതമായിട്ടായിരിക്കും പോകുന്നത്. എൻ്റെ കിഡ്നി എടുക്കുന്നു, എൻ്റെ ലിവർ എടുക്കുന്നു, എൻ്റെ ദേഹം മൊത്തം കീറി മുറിക്കുന്നു, അങ്ങനെയായിരിക്കും. അല്ല, കീറി മുറിക്കും, ശരീരം കീറി മുറിക്കും, ഇല്ല എന്നല്ല, അവയവങ്ങൾ എടുക്കാൻ വേണ്ടി. പക്ഷെ ഏറ്റവും റെസ്പെക്റ്റോടെ ഡോക്ടർമാർ ചെയ്യുന്ന ഒരു സർജറിയാണത്. ഞാനൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ, ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടറല്ല, കോർഡിനേറ്ററാണ്, പക്ഷെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അത്രയും റെസ്പെക്റ്റോടെയാണ് ഓരോ അവയവവും എടുക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത്. ഹൃദയമാണെങ്കിലും നമ്മൾ ഹൃദയം മിടിക്കുന്ന കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. ഞാൻ ജോലിക്ക് കയറി എനിക്കൊന്ന് 4ാമത്തെ മാസം ഞാൻ കൊച്ചി ആസ്റ്റർ ഹോസ്പിറ്റലിൽ
ഇതുപോലെ 25 വയസ്സുള്ളൊരു പെൺകുട്ടിയുടെ അച്ഛനെ മരിച്ചു. അവർ അതിൻ്റെ കല്യാണ ആവശ്യത്തിനായിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇടുക്കിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നതാണ്. അപകടം പറ്റി മരണപ്പെട്ടു. അച്ഛനും മകളും മരണപ്പെട്ടു. മകൾക്ക് ബ്രെയിൻ ഡെത്ത് ആയിരുന്നു, മസ്തിഷ്ക മരണമായിരുന്നു. അപ്പം മകളുടെ ഡൊണേഷൻ അമ്മയാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. അപ്പം അന്ന് ഹൃദയവും ഒരു കിഡ്നിയും കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. അപ്പം നമ്മളിത് എടുക്കാൻ വേണ്ടി പോയി. ഞാൻ ആദ്യമായിട്ട് മെഡിക്കുന്ന ഒരു ഹൃദയം കണ്ട അന്ന് ആ പെൺകുട്ടിയുടെ 25 വയസ്സുള്ള പെൺകുട്ടിയുടെ അതൊരു പയ്യനാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ചു കൊടുത്തത്. ആ പയ്യൻ ഇപ്പോഴും സന്തോഷത്തോടെ വന്ന് നമ്മളെ ചെക്കപ്പിന് വരുമ്പോൾ വന്ന് കാണുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ആ പയ്യനെ കാണുമ്പോൾ ഇപ്പോഴും എന്ത് സന്തോഷം എന്നറിയാം. നമ്മളത് നേരിട്ട് കാണുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇമോഷണലി നമ്മൾ കുറച്ചിതായി പോകുന്ന അവസരങ്ങളുണ്ട്. അങ്ങനെയൊക്കെ നമുക്കൊത്തിരി സന്തോഷം തോന്നും അതൊക്കെ കാണുമ്പോൾ. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ മതപരമായ വിശ്വാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ സമയക്കുറവുകൊണ്ട് ഞാൻ ഇച്ചിരി നീട്ടുവാണ്, പെട്ടെന്ന് പോവാം. ഇത് ട്രാഫിക് സിനിമയിലെ ചെറിയൊരു സീന. അദ്ദേഹം ഡോക്ടറാണ് ആ സിനിമയിൽ. അദ്ദേഹം പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നതാണ്, നിങ്ങളുടെ ഒറ്റ ഒരാളുടെ എസ് എന്നുള്ളൊരു വാക്ക് മതി ചരിത്രം കുറിക്കാൻ പറ്റുമെന്ന് നമുക്ക്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ അതിൻ്റെ അകത്ത് കുറേ സംശയങ്ങൾ പറഞ്ഞിട്ട് അവയവദാനത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡോക്ടർ അതിൻ്റെ അകത്ത് പറയുന്നത് നിങ്ങളുടെ ഒറ്റ ഒരാളുടെ എസ് മതി. അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മൾ അവയവദാനത്തിന് ഒപ്പിട്ട് കൊടുത്തു, പക്ഷേ നമ്മുടെ ബന്ധുക്കളോട് നമ്മൾ പറഞ്ഞിട്ടില്ല. അവർക്കറിയത്തില്ല നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അപ്പം നമ്മൾ മരണക്കിടക്കെ കിടക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ബന്ധുക്കളോടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ ബന്ധുവിന് ഇങ്ങനൊരു സ്ഥിതിയാണ്, മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുകയാണ്, അവയവദാനത്തിന് താല്പര്യമുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾ പറയും ഇല്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹമില്ല, ഞങ്ങൾക്കും ആഗ്രഹമില്ല, ഞങ്ങൾ സമ്മതിക്കത്തില്ല. പക്ഷെ ആ ഒരൊറ്റ എസ് ആയിരിക്കും എത്ര പേരുടെ ജീവിതം മാറിമറിക്കുന്നതറിയോ? ഒരു അവയവമല്ല, ഒരു ഹാർട്ട്, ഒരു കിഡ്നി, ഒരു ലിവർ, 2 കിഡ്നി, ഒരു ലിവർ, എത്ര പേരുടെ ജീവിതം മറിയുന്നത്? ഒത്തിരി മാറി വരും. രണ്ടാമത്തെ ജോസഫ് സിനിമയുടെ ഒരു പടം ഞാൻ പറഞ്ഞു, ജോസഫ് സിനിമയുടെ ഇത് മാറ്റി. ഏതൊക്കെ അവയവങ്ങൾ ദാനം ചെയ്യാന്നുള്ളതിൻ്റെയാണ്. ഹാർട്ട്, ലങ്സ്, ലിവർ, കിഡ്നീസ്, ഇൻറ്റസ്റ്റൈൻ, പാൻക്രിയാസ്, ബോൺസ്, സ്കിന്ന്, വെയിൻസ്, വാൽസ്, ടെൻഡൻസ്, കോർണിയ. ഇതൊക്കെ ഉൾപ്പെടുത്താത്തൊരു കാര്യമുണ്ട്, കൈ നമുക്ക് അമൃതയിൽ മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റെസിപ്പിൻ്റെ ഒക്കെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണിക്കാം. അതായത് ഒരു മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് ഡൊണേറ്റ് ചെയ്യുവാണെങ്കിൽ എത്ര പേരെ നമുക്ക് രക്ഷിക്കാമെന്നുള്ളതാണ്. 8 പേരെയാണ് നമുക്ക് മരണപ്പെട്ട ഒരാളിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നത്. ഇതൊക്കെ അവയവദാനം ചെയ്ത ഓരോരുത്തരുടെ വാർത്തകൾ പത്രത്തിൽ വന്നിട്ട് ന്യൂസ് കട്ടിങ്സ് നമ്മളിട്ടതാണ്. എത്ര പേർക്ക് ജീവിക്കാൻ പറ്റി അതിലൂടെ എന്നുള്ളതിൻ്റെ ഓരോ പ്രാവശ്യമായിട്ട് വന്നതിൻ്റെ ഇട്ടിരിക്കുന്ന മരണപ്പെട്ട കുറേ പേര്, നമുക്ക് അവയവങ്ങൾ ദാനം ചെയ്ത കുറേ പേരാണ് ഇതൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ 2 ആഴ്ച മുമ്പ് കോഴിക്കോട് ദാനം ചെയ്ത വ്യക്തി. 2 ആഴ്ച മുമ്പാണ് കോഴിക്കോട് ആശുപത്രി. ഞാൻ പറഞ്ഞു കൈ സ്വീകരിച്ച ഹാൻഡ് ട്രാൻസ്പ്ലാന്റ്, കൈ മാറ്റിവെച്ച 2 പേരുടെ ഇതാണ്. അമൃത ആശുപത്രി. അദ്ദേഹം ഇപ്പം അമൃത ആശുപത്രിയിലെ സ്റ്റാഫാണ്. ഈ ഫോട്ടോയിലെ ആള് അദ്ദേഹത്തിൻ്റെയാണ് ആദ്യമായിട്ട് അമൃതയിൽ കൈ മാറ്റി വെക്കുന്നത്. അദ്ദേഹം ഇപ്പം അമൃതയിൽ തന്നെ അവിടെ ജോലിക്ക് കയറി. അദ്ദേഹം അമൃതയിൽ തന്നെ ജോലി ചെയ്തു. ഇദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. മറ്റേ നമ്മുടെ യുദ്ധത്തിലോ മറ്റോ കൈ പോയി, അങ്ങനെ ഇതായിരുന്നു. അങ്ങനെ ഇത് ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് സർജനാണ് അമൃതയിൽ. അദ്ദേഹമാണ് കൈ മാറ്റി വെക്കുന്നതിൻ്റെ ആള്. അപ്പം കൈ മാറ്റി വെച്ചാൽ അത് അവരുടെ വീട്ടുകാർ കാണുന്ന ഒരു സീന, കൊടുത്ത വീട്ടുകാർ കാണുന്ന, അവർ കൈകുപ്പി നിന്ന് കാണുന്ന ഒരു ഇതാണ്. നമുക്ക് തീരുമാനിക്കാം നമ്മുടെ അവയവങ്ങൾ വേസ്റ്റ് ബിന്നിൽ പോകണോ മറ്റുള്ളവരിലൂടെ ജീവിക്കണോ എന്നുള്ളത്. നമുക്ക് ആദ്യമേ സമ്മതം കൊടുക്കാം. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ അടുത്ത് നമുക്ക് പറഞ്ഞു വെക്കാം, നിങ്ങൾക്ക് സമ്മതം പറയാമെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നമുക്ക് തീരുമാനിക്കാം നമ്മുടെ അവയവം വേസ്റ്റ് ബിന്നിൽ പോകണോ അതോ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് ചെല്ലണോ എന്നുള്ളത്. ഇതാണ് കേസോട്ടോയുടെ വെബ്സൈറ്റാണിത്. ഇതിൽ ബി ആൻ ഓർഗൻ ഡോണർ എന്ന് പറഞ്ഞ ആ ഓപ്ഷനിൽ കയറിയിട്ടാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അവയവദാതാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ആ ലിങ്കിൽ കയറുമ്പോഴാണ് കിട്ടുന്നത്. നമുക്ക് ഏതൊക്കെ അവയവം, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, അത് പ്രത്യേകം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അത് എനിക്ക് താല്പര്യമില്ലെങ്കിൽ അത് ടിക്ക് ചെയ്യണ്ട. നമുക്ക് ഏത് അവയവമാണോ കൊടുക്കാൻ താല്പര്യമുള്ളത് അത് മാത്രം മതി. അല്ലാതെ ആരും നിങ്ങളെ ഒന്നും നിർബന്ധിക്കില്ല, നിങ്ങളുടെ ബന്ധുക്കളെ നിർബന്ധിക്കില്ല.
അവർ പറയുവാണ് ഹാർട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധിക്കില്ല. അത് അവരുടെ മാത്രം ഇഷ്ടമാണ്, ഒന്നും നിർബന്ധിച്ച് ചെയ്യത്തില്ല. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഗുഡ് ഈവനിങ് ടു ഓൾ. മൈസെൽഫ് PL ജോസ്, ഏജ് 70. ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. എന്നിരുന്നാൽ തന്നെ ഞാൻ എൻ്റെ ഭാര്യയോടും പിള്ളേരോടും ഒക്കെ പറഞ്ഞിരിക്കുന്നതാണ്, ആഫ്റ്റർ മൈ ഡെത്ത് എന്തൊക്കെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കാമോ അത്രയെല്ലാം ഡൊണേറ്റ് ചെയ്യുക. പ്ലസ് ബാക്കിയുള്ള ഭാഗങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊടുക്കുക. ഓക്കെ. ഇനി എൻ്റെ ചോദ്യം രണ്ടെണ്ണമുണ്ട്. ഒന്ന്, ബ്രെയിൻ ഡെത്ത് ആൻഡ് ദി അതർ ഡെത്ത്സ്. ഇവിടെ ബ്രെയിൻ ഡെത്തും കാർഡിയാക് ഡെത്ത് എന്നും പറഞ്ഞു. കാർഡിയാക് ഡെത്ത് അല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ബ്രെയിൻ ഡെത്ത് ആണോ? ഏതൊക്കെയാണ് ബ്രെയിൻ ഡെത്ത്? അതൊന്ന്. പിന്നെ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഏതൊക്കെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും? ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഏതൊക്കെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും? സാറിൻ്റെ ആദ്യത്തെ ചോദ്യം കാർഡിയാക് ഡെത്ത്, ബ്രെയിൻ ഡെത്ത്. അതായത് നമുക്കിപ്പം കിഡ്നി അസുഖമുള്ളവരായിരിക്കാം, ലിവറിൻ്റെ അസുഖമുള്ളവരായിരിക്കാം, പല അസുഖങ്ങളുള്ളവരായിരിക്കും. ഇവർക്കൊക്കെ മരണം സംഭവിക്കണമെങ്കിൽ ഒരു കാരണം വേണം. ആ കാരണം ഒന്നെങ്കിൽ ഹൃദയസ്തംഭനമായിരിക്കാം, അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് ആയിരിക്കും. മനസ്സിലായി? ആ കാരണം നമുക്ക് നേരത്തെ മുൻകൂട്ടി കാണാൻ പറ്റുന്ന, നമ്മൾ കൂടുതലും ബ്രെയിൻ ഡെത്ത് കാണുന്നത് റോഡ് ആക്സിഡൻ്റ് ഒക്കെ വന്ന് തലയ്ക്ക് നല്ല ക്ഷതവേറ്റ് വരുന്നവരിൽ നിന്നാണ് നമ്മൾ മസ്തിഷ്ക മരണം കാണുന്നത്. അല്ലാതെ അല്ലാതെ ഈ ഓരോ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് മരണം 2 രീതിയിലാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്, കാർഡിയാക് ഡെത്ത്, ബ്രെയിൻ ഡെത്ത്. അപ്പം അസുഖങ്ങളൊക്കെ ഉള്ളവർ, നമ്മൾ എന്ത് അസുഖമാണെങ്കിലും മരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഹൃദയസ്തംഭനമായിരിക്കും. മനസ്സിലായി? അല്ലാതെ നമ്മൾ കിഡ്നി ഫെയിലായി പോയി എന്ന് പറഞ്ഞല്ല മരിക്കുന്നത്, അവിടെ ഒരു ഹൃദയസ്തംഭനം ഉണ്ടാകുന്നുണ്ട്. കിഡ്നി ഫെയിലായെന്ന് പറഞ്ഞാൽ പക്ഷെ മരിക്കുന്നതിനൊരു കാരണം വേണം, അതൊരു ഹൃദയസ്തംഭനമായിരിക്കും. ലിവറിനും ഇതുവരെ ഏത് അസുഖങ്ങൾക്കാണെങ്കിലും ഹൃദയസ്തംഭനം, നമ്മുടെ ഹൃദയം നിലയ്ക്കാൻ നമ്മളെങ്ങനെ മരിക്കും? കിഡ്നി നിലച്ചാൽ നമുക്ക് ഡയാലിസിസ് വെച്ച് പോകാം, പക്ഷെ ഡയാലിസിസിൻ്റെ ഇടയ്ക്ക് ഹൃദയസ്തംഭനം സംഭവിക്കും. അങ്ങനെയാണ് നമ്മൾ മരണപ്പെടുന്നത്. മനസ്സിലായി? ഇനി രണ്ടാമത്തെ ഡയബറ്റീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ ഈ ഡയബറ്റീസ് നമ്മുടെ കിഡ്നി കയറി പിടിച്ചിട്ടുണ്ടാകും. നമ്മൾ അറിയാത്ത സിറ്റുവേഷൻസ് ഉണ്ട്, ചിലർ അറിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുണ്ട്. ഇനി ആ അറിയാത്ത സിറ്റുവേഷൻസിൽ നമ്മളിങ്ങനെ ഒരു മരണശേഷം ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് കിഡ്നി കയറി പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ബ്ലഡ് വാല്യൂസ് നോർമൽ അല്ലെങ്കിൽ നമ്മൾ പറയും കിഡ്നി എടുക്കാൻ പറ്റില്ല. നമ്മൾ ഫാമിലിനെ വ്യക്തമായിട്ട് ഇൻഫോം ചെയ്യും, കിഡ്നി എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഇൻഫോം ചെയ്യും. അപ്പോൾ ലിവർ നമ്മളതുപോലെ നോക്കും, ലിവറിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ലിവർ എടുക്കാം. അത് നമുക്ക് അപ്ലൈ തീരുമാനിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നേരത്തെ ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ഷുഗർ ഉള്ള ഒരാൾക്ക് ഇതൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ സന്ദർഭം അന്നേരം നമ്മൾ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടുകൾ അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. മാഡം, ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്. ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരു 30 മാസത്തിൽ 30 പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി കിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഏതാണ്ട് 10,000 പേർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞ് കാണും. പക്ഷേ ഇതിൽ തന്നെ കുറേ പേര് മരിച്ചിട്ടുണ്ട്. ഈ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് കുറേ ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ മരിക്കുമ്പോൾ എന്നോട് കൃത്യം വിളിച്ച് പറയും, അടുത്ത മാസം തൊട്ട് മാസത്തിലൊരു കിറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത മാസം തൊട്ട് കിറ്റ് വേണ്ടെന്ന് പറയും. അപ്പോൾ എനിക്കൊരു സംശയം, ഈ പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് അവരുടെ കിഡ്നിയോ ചിലപ്പോൾ ഒരു പക്ഷേ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റവയവങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ? ഒന്ന്. രണ്ടാമത് പറഞ്ഞ് 2 സിനിമകൾ ഇറങ്ങി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള ഇതും നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് അങ്ങനെ സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? ശരിക്കും ഞാനതിന് ഉത്തരം പറയേണ്ട ആളല്ല, അല്ലേ? അത് നിയമപരമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ഡോക്ടർ ഗണപതിയുടെ കൊടുത്തിട്ടുള്ള കേസുകൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ കോർട്ടിൽ പോയിട്ട് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി തരുന്നില്ല. മറ്റേത് അവയവങ്ങൾ ദാനം ചെയ്യും. കിഡ്നി അസുഖമുള്ള ആൾക്ക്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ബാക്കി അവയവങ്ങൾ ദാനം പറ്റും. നമ്മൾ ഇതുപോലെ തന്നെയാണ് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റും.